നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജൻറ്റീന ഒറ്റ കളിയെ കളിക്കുന്നുള്ളൂ. അത് അംഗോളക്കെതിരെയാണ്. നവംബർ 14 രാത്രി ഇന്ത്യൻ സമയം 9:30 അവരുടെ കളി. വിൻഡോ അറിയാലോ. വിൻഡോ അർജൻറ്റീന എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പറയാറുള്ളൂ. അപ്പോൾ ഈ വിൻഡോയിൽ ഒറ്റ കളിയെ കളിക്കത്തുള്ളൂ. ആ കളിക്കുള്ള സ്ക്വാഡ് അർജൻറ്റീന ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇന്നത്തെ ദിവസം അത് പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇപ്പോൾ എമി മാർട്ടിനസ് ഈ സ്ക്വാഡിൽ ഉണ്ടാവില്ല, അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. TYC സ്പോർട്സ് ഗാസ് നടുവിൽ നിന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണ്. പക്ഷെ പ്രശ്നമാക്കുന്നവരങ്ങനെ പ്രശ്നമാക്കിക്കോ. നമുക്ക് പക്ഷേ TYC സ്പോർട്സും ഗാസ് നടുവിലും ഒക്കെ തന്നെയാണ് അർജൻറ്റീനയുടെ വാർത്തകൾ എടുക്കാൻ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സോഴ്സ്. തൻ്റെ ഒരു DYC സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ നേരത്തെ വന്നതുകൊണ്ടാണ്. DYC ഈ സംഗതി എന്താണെന്ന് പോലും അറിയില്ല, എന്നാലും വന്ന് കമൻ്റ് ഇടാൻ കുറേ ആളുകളുണ്ടാവും. അതെടുത്ത് നോക്കിയാലോ, ഈ ചാനലിലെ ആദ്യ കമൻറ്റൊക്കെ ആയിക്കാരം. അതായത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, വേറെ എവിടെ നോക്കിയോ കളിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, TYC സ്പോർട്സിന് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെയുള്ളവനൊക്കെ വന്നിട്ടാണ് ഈ തെറിവിളി. അതവിടെ വിളിക്കട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് അർജൻറ്റീനയുടെ ഈ മത്സരത്തിന് മത്സരമേ ഉള്ളൂ. ഈ ഒരു മത്സരത്തിന് എമി മാർട്ടിനസിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തില്ല എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് സ്കലോനി അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ കാരണം നമ്മൾ നോക്കിയാണ്. എമി മാർട്ടിനസ് വോണ്ട് ബി കോൾഡ് അപ്പ് ഫോർ അർജൻറ്റീനാസ് ഫൈനൽ ടൂർ, അതായത് ഈ വർഷത്തെ അവസാനത്തെ ടൂറാണത്. അപ്പോൾ ഈ കളിക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല. സ്കലോനി ആസ്റ്റൺ വില്ല ഗോൾ കീപ്പറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീരുമാനം അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കുക എന്നതിലുപരി മറ്റ് ടീംമേറ്റ്സിന്, അതായത് അർജൻറ്റീനയുടെ മറ്റ് ഗോൾ കീപ്പർമാർക്ക് പ്ലെയിൻ ടൈം കൊടുക്കുക. ആ ഉദ്ദേശത്തിലാണ് ഇപ്പം എമി മാർട്ടിനസിനെ ഒഴിവാക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് പുതിയ താരങ്ങളൊന്നും പരീക്ഷിക്കാനുള്ള അവസരമായിട്ടാണ് ഈ കളിയെ കോച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ എമി മാർട്ടിനസിനെ ഒഴിവാക്കുന്നുവെന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഇനി പലർക്കും പിടിക്കാത്ത മറ്റൊരാളുടെ റിപ്പോർട്ട് കൂടി പറയാൻ പോകുന്നത് ഗാസ്റ്റ് നടുവിൽ. ഗ്യാസുള്ള ഡൂളാണെങ്കിലും ഗ്യാസ് ഇല്ലാത്ത ഡൂളാണെങ്കിലും താൻ എടുത്തുകൊണ്ട് പോടോ എന്നൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ട് നേരത്തെ ഒരു റിപ്പോർട്ടിൽ. അതുകൊണ്ട് പറയുകയാണ്. ഏതായാലും അങ്ങനെ കമൻറ്റ് ഇടുന്നവരെ തുടരാനൊന്നുമില്ല. അവരൊരു കമൻറ്റ് ഇട്ട് അവർ പോയി. അവർ ഫുട്ബോളൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നവരൊന്നുമില്ല, വേറെ ചില താല്പര്യങ്ങളുടെ കാര്യത്തിൽ വന്നിടുന്നതാണ്. ഏതായാലും ഗാസ് നടുവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസൊന്നും ഉണ്ടാവില്ലെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ലിയാൻഡ്രോ പെരേഡസിനെയും അതുപോലെ ലൗട്രോ റിവോയറോയെയും മാർക്കോസ് അക്യൂഞ്ഞയെയും ഒക്കെ വിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അർജൻറ്റീനയിൽ ലീഗ് പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്ത് എന്ന ചോദ്യം കൂടിയുണ്ട്. അതിനുള്ള മറുപടി ഗാസ് നടുവിലെ റിപ്പോർട്ടിലുണ്ട്. അർജൻറ്റീന ദേശീയ ടീമിൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ അർജൻറ്റീൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്താൻ കോച്ച് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അർജൻറ്റീന ലീഗ് വളരെ ക്രൂഷ്യലായിട്ടുള്ള അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അവിടുത്തെ താരങ്ങളെ എടുക്കില്ല എന്ന തരത്തിൽ നേരത്തെ സൂചനകളുണ്ടായിരുന്നു. അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ലിയാൻഡ്രോ പെരേഡസ്, മാർക്കസ് അക്യൂഞ്ഞ അവരെ വിളിക്കും. ലൗട്രോ റിവേറോ സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അത് കൺഫേംഡ് അല്ല. ഏതായാലും അവർ സൂപ്പർ ക്ലാസിക്കോ മത്സരത്തിന് ശേഷമായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ അതിനുശേഷം ബൊക്കയുടെയും റിവറിൻ്റെയും അടുത്ത മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് അവർ തിരിച്ചെത്തുകയും ചെയ്യും എന്നാണ് ഗാസ് നടുവിൻ്റെ റിപ്പോർട്ട്. അതായത് അംഗോളക്കെതിരെയുള്ള മത്സരം കളിക്കും, അതിനുശേഷം പിന്നെ രണ്ടാമത്തെ കളിയില്ല. അർജൻറ്റീന ടീം സ്പെയിനിൽ പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിൽക്കാതെ ഈ താരങ്ങൾ തിരികെ തങ്ങളുടെ ക്ലബ്ബിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.